ഞാൻ കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. കഥ പറയാൻ എനിക്കിഷ്ടം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എന്നെക്കുറിച്ചാണ്. ഇത് കഥയല്ല. ദിസ് ഈസ് മൈ സ്റ്റോറി ആൻഡ് ഐ ആം റെസ്റ്റ്ലെസ്. എൻ്റെ ചെറുപ്പം തൊട്ട് ഈ പ്രായം വരെ നല്ല കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കിളിൽ ഫിറ്റായിട്ടിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും എനിക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഒരു കൂട്ടത്തിൽ ഒരാളായിട്ട്, ഒരു സർക്കിളിൽ അതിൽ പ്രോപ്പറായിട്ട് മെർജായി നിൽക്കുന്ന ഒരാളായിട്ട് മാറാത്തത്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് ഒരു സർക്കിളിലും ഞാൻ പ്രോപ്പറായിട്ട് ഫിറ്റാവില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, അത് ചില ആളുകൾ അങ്ങനെയാണ്, ചില പെരുമാറ്റങ്ങൾ അങ്ങനെയാണ്. അതൊരു എല്ലാവരും പലതരത്തിൽ വ്യത്യസ്തരാണ്. ഞാനും ചില ചെറിയ രീതിയിൽ വ്യത്യസ്തനായിരിക്കും. അതുകൊണ്ട് വലിയ വിഷയമാക്കി എടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാനത് ലീവ് ചെയ്യുന്നു. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണെന്നുള്ളത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് അങ്ങ് പോവുക. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സ്ട്രഗിളുകളിൽ ഒന്ന് ആണത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ അടുത്ത സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഏതൊരു പ്രോജക്റ്റും അല്ലെങ്കിൽ എന്തൊരു കാര്യവും നമ്മൾ ചെയ്തു തുടങ്ങിയാൽ അത് അതിവേഗം തുടങ്ങുകയും അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ അവസാനത്തിലെത്തിക്കുന്ന സമയം തൊട്ട് ഞാൻ ഉഴപ്പുകയും അത് ഫിനിഷ് ചെയ്യുന്ന അവസാനത്തെ സ്റ്റെപ്പുകൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറുകയും ചെയ്യും. അവസാനത്തെ സ്റ്റെപ്പ് പ്രാക്ടിക്കലി നമ്മൾ പറയുമ്പോൾ ചെയ്യാൻ അത്ര പണിയുള്ള കാര്യങ്ങളായിരിക്കില്ല. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു മോട്ടിവേഷൻ ലെവൽ, എനർജി ലെവൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ടായി ലാസ്റ്റ് നിമിഷത്തെ പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അത്രയും ചെയ്ത വർക്കുകളൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ലൈഫിലെ പല കാര്യങ്ങളിലുണ്ട്, ജോലിയിലെ പല കാര്യങ്ങളിലുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഏതൊരു കാര്യത്തെയും കംപ്ലീറ്റ് ചെയ്യുക, അതിനെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് സപ്ലികളൊക്കെ ഉണ്ടായിരുന്നു, സപ്ലികളൊക്കെ എഴുതി തീർത്തു. അവസാനം ഒരെണ്ണം മാത്രം ബാക്കി. ഈ ഒരെണ്ണം ഞാൻ 5ൽ കൂടുതൽ തവണ ഞാൻ ഇവിടുന്ന് പഠിച്ച് യാത്ര ചെയ്ത് കോളേജിലെത്തി, അവിടെ ചെന്ന് പരീക്ഷ എഴുതി വിജയകരമായിട്ട് തോറ്റു പോന്നിട്ടുണ്ട്. ഓരോ തവണ പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോഴും എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ദ ഫൈനൽ സ്റ്റെപ്പാണ്. ഈ ഫൈനൽ സ്റ്റെപ്പോടെ കഴിഞ്ഞാൽ എന്തോ എനിക്ക് നേടാൻ പറ്റും എന്നുള്ളത് എത്തുന്ന സമയത്ത് എന്തോ ഒരു കൈൻഡ് ഓഫ് ഡിമോട്ടിവേഷൻ, ഒരു കൈൻഡ് ഓഫ് ഡോപ്പമിൻ ക്രാഷ്, ഒരു മോട്ടിവേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, എങ്ങനെയെങ്കിലും തീർത്തങ്ങ് ഇറങ്ങിപ്പോരുക എന്നുള്ള ഉദ്ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ കാണിച്ചു കൂട്ടിയിട്ട് ഇറങ്ങിപ്പോരുക, അവസാനം തോൽക്കുക, തോറ്റത്തിൻ്റെ പേരിൽ പിന്നെയും സ്വയം കുറ്റബോധം തലയിൽ വെച്ച് നടക്കുക. ഇങ്ങനെ ഞാൻ പലതവണ ഇതും ഞാൻ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗിളാണ്. ഇനിയൊരു ചെറിയ കഥ പറയാം. എൻ്റെ ഫാമിലിയിൽ ചെറിയൊരു ഗെറ്റ് ടുഗദർ, എല്ലാവരും കൂടെ കൂടുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാവരും കൂടെ ഇരുന്ന് സൊറ പറയുന്നു, ഗോസിപ്പ് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഉരുളി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ ഉരുളി കിച്ചണിൽ പോയി ഉരുളി എവിടെയാണെന്ന് തപ്പി, പെട്ടെന്ന് കണ്ടില്ല. തപ്പുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒന്ന് അപ്പുറത്ത് നമ്മുടെ ബാക്ക് യാർഡിൽ എന്തോ ഒന്ന് എന്നെ അട്രാക്റ്റ് ചെയ്തു. എന്തോ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് ഞാൻ ആ ബാക്ക് യാർഡിൽ അല്ലെങ്കിൽ തൊടുവിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉരുളി തപ്പാൻ പോയ എന്നെ തപ്പിയ ആളുകൾ എത്തുന്നത്. അപ്പം അവർ നോക്കുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉരുളി എടുക്കാൻ പറഞ്ഞ തൊടിയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് എന്നെക്കുറിച്ചിട്ടുള്ള അവിടുത്തെ കമൻ്റ് എന്ന് പറയുന്നത് ഉരുളി തൊടിയിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ളതാണ്. ആക്ച്വലി എൻ്റെ അറ്റൻഷൻ വേറെ എങ്ങോട്ടോ പോയതാണ്. ഞാൻ ഉരുളി തപ്പിയോ, അത് തപ്പേണ്ട സ്ഥലത്ത് തപ്പിയോ, യെസ്, പക്ഷെ ഞാൻ കണ്ടില്ല. ഉരുളി തപ്പിയിട്ട് കിട്ടാതെ ഡിസ്ട്രാക്റ്റഡായി വേറെന്തിലും നോക്കിയിരിക്കുന്ന ഞാൻ, എല്ലാവരും കൂടെ എന്നെ കളിയാക്കി പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് അത് എൻ്റെ തെറ്റ് തന്നെയാണ്. കാരണം എൻ്റെ അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ അറ്റൻഷൻ വേറെ ഏതോ സ്ഥലത്തേക്ക് ഡിസ്ട്രാക്റ്റഡായി പോയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതിരുന്ന് ഞാനൊരു മണ്ടനാണ് എന്നുള്ള രീതിയിലാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടതും. ആ ചിത്രീകരണം ശരിയാണ്, ഞാനൊരു മണ്ടൻ തന്നെയാണ് എന്നുള്ള കുറ്റബോധവും ഉള്ളിൽ വെച്ചാണ് കുറേ കാലം ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ ഒരുപാട് അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുമുണ്ട്. എന്നെക്കുറിച്ചിട്ട് എനിക്കും ചുറ്റുമുള്ളവർക്കുള്ള ഏറ്റവും വലിയ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഐ ഹാവ് സോ മച്ച് പൊട്ടൻഷ്യൽ. ഒരുപാട് പൊട്ടൻഷ്യലുള്ള വ്യക്തിയാണ്, പക്ഷേ വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ പരിശ്രമിക്കില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള ഒരു കമൻറ്റ്. ആദ്യത്തെ ഭാഗം ശരിയാണെന്ന് എനിക്കും തോന്നാറുണ്ട്. അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള വ്യക്തിയാണ്, പക്ഷേ പരിശ്രമിക്കാറില്ല എന്നുള്ള ആ ഭാഗം ഞാൻ മനസ്സിലാക്കിയതിൽ മറ്റുള്ളവരെക്കാളേറെ എൻ്റെ ലൈഫിൽ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ ഞാൻ മാത്രമാണ്. മറ്റുള്ളവരൊക്കെ റെസ്റ്റ് എടുക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ സ്ലോ ആയിട്ട് എടുക്കുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ആൾ ഞാനാണ്. പക്ഷേ
ഈ കമൻറ്റ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് എടുക്കുന്ന പല കാര്യങ്ങളും സക്സസ്ഫുൾ ആവാറില്ല. അതിൻ്റെ അറ്റൻഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ഡൈവേർട്ട് ചെയ്ത് ടാൻജൻഷ്യൽ തോട്ട്സിലോട്ട് പോയി അത് പകുതിക്ക് വെച്ചിട്ടേച്ച് പോയി അത് സക്സസ്ഫുൾ ആവാതിരിക്കുന്ന പല സിറ്റുവേഷനും ഉണ്ട്. ഇതിൻ്റെ അർത്ഥം ഞാൻ ട്രൈ ചെയ്യുന്നില്ല എന്നല്ല, വേറെ ആരെക്കാളും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ള, ഇപ്പോഴും ആവശ്യത്തിന് ട്രൈ ചെയ്യുന്നില്ല എന്ന കുറ്റബോധം വീണ്ടും എന്നെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. അത് വേറെ ആരും പറയാതെ തന്നെ ഞാനും ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ഞാനൊരു അതങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ശരിയല്ലാത്ത മാത്രപാതയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം എനിക്കും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു സ്ട്രഗിളുകളാണ്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ പല മേഖലകളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമായിട്ട് തന്നെ മാറുകയാണ്. അപ്പം ചില കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ള സ്റ്റേജ് വന്നപ്പോൾ ഞാൻ തെറാപ്പി എടുക്കാൻ തുടങ്ങി. തെറാപ്പി എടുത്ത് കുറച്ച് സെഷൻസൊക്കെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഈ വക ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എനിക്ക് കിട്ടിയത്. I was diagnosed with adult ADHD, Attention Deficit Hyperactivity Disorder. അതിൻ്റെ പേരിലൊരു ഡിസോർഡർ എന്നുള്ള വാക്കുണ്ട്. ഇതൊരു ഡിസോർഡർ ആണെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനാണ്. നമ്മുടെ അറ്റൻഷൻ, ഇമ്പൾസ്, അതുപോലെ തന്നെ എനർജി ലെവൽസിനെയൊക്കെ ഒരു റെഗുലേറ്റഡ് ആയിട്ട് കൊണ്ടു നടക്കുന്നതിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനാണ് ADHD എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഈ കണ്ടീഷൻ മനസ്സിലാക്കിയപ്പോൾ തൊട്ട് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങളും എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ എൻ്റെ റിയാക്ഷൻസും എൻ്റെ ഇമ്പൾസസും എൻ്റെ റെസ്പോൺസസും എൻ്റെ ആക്ഷൻസും എല്ലാം എന്തുകൊണ്ടാണ് ഈ വഴിയിലെത്തിയത്, ഇങ്ങനെ എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് എൻ്റെ ADHD ഡയഗ്നോസിസ് എത്തുന്നത്. ഈ ADHD ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റെവലേഷൻ പോലെയായിരുന്നു എനിക്ക്. എൻ്റെ ചുറ്റും നടന്ന, എൻ്റെ പാസ്റ്റിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു യഥാർത്ഥ ഉത്തരം എന്താണ് എന്നെനിക്ക് തിരിച്ചറിവ് നൽകുന്ന ഒരു ഡയഗ്നോസിസ് ആയിരുന്നു ADHD ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പം ADHDയെ കുറിച്ചിട്ടും ADHD എന്താണെന്നും ഞാൻ എന്താണെന്നും കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള എൻ്റെ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഐ ആം ഓൾസോ ഇൻവൈറ്റിംഗ് യു ഓൾ. Follow me.